ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ട്രെയിനിങ് കോൺസെപ്റ്റ്, ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്നീ കാര്യങ്ങളാണ്. ആദ്യം നോക്കാം, എന്താണ് ട്രെയിനിങ്. ട്രെയിനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ദ നോളജ് ആൻഡ് സ്കിൽസ് ഫോർ ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. ഒരു പ്രത്യേക ജോബ് ചെയ്യാൻ വേണ്ട സ്കില്ലും നോളജും ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രെയിനിങ് എന്ന് പറയാം. ഒരു പർട്ടിക്കുലർ ജോബ് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പുതിയ ഫ്രഷേഴ്സിനൊക്കെ സ്ഥാപനത്തിൽ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അവർ ഏത് പ്ലേസിലോട്ടാണ് അവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, ആ ജോലി ചെയ്യാൻ അവർക്ക് സ്കില്ലും നോളജും വേണ്ടി വരും. അത് വർദ്ധിപ്പിക്കാനുള്ള പ്രോസസ്സാണ് ട്രെയിനിങ് എന്ന് പറയാം. അപ്പോ ഇത് നിലവിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും ചില സമയങ്ങളിൽ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അതുപോലെ പുതിയൊരു എംപ്ലോയീസിനെ സ്ഥാപനത്തിൽ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്തും ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഓക്കെ, അടുത്ത ഒരു ഏരിയ ആണ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് സ്കില്ല് പകർന്നു നൽകുന്ന പ്രോസസ്സിനെയാണ് ട്രെയിനിങ് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കില്ല് പകർന്നു നൽകുന്ന പ്രോസസ്സിനെയാണ് ട്രെയിനിങ് എന്ന് പറയാം. എന്നാൽ എഡ്യൂക്കേഷനോ, ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു തിയററ്റിക്കൽ ലേണിംഗ് ഇൻ ക്ലാസ് റൂം. ഇറ്റ് ഈസ് മെയിൻലി ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് റീസണിങ് ആൻഡ് ജഡ്ജ്മെന്റ്. അതായത് ഒരു ക്ലാസ് റൂമിലെ തിയററ്റിക്കൽ പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഠനത്തിൽ മാത്രമാണ് ഇത് ഒതുങ്ങിക്കൂടുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രത്യേക കാര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയുള്ള സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ പകർന്നു നൽകുകയാണല്ലോ, അറിവ് പകർന്നു നൽകുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ഇത് പ്രധാനമായിട്ടും ആ തിയററ്റിക്കൽ ലേണിംഗുമായി ബന്ധപ്പെട്ട് മാത്രമേ ഇത് ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒരു ക്ലാസ് റൂമിൽ മാത്രം ഇത് പരിമിതപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് റീസണിങ് ആൻഡ് ജഡ്ജ്മെന്റ്. അതുപോലെ ഇത് പഠിക്കുന്ന ആളുകളിൽ റീസണിങ്ങും അതുപോലെ ജഡ്ജ്മെന്റും സെൻസൊക്കെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ പ്രധാന ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഡിഫറൻസ് നോക്കാം. എഡ്യൂക്കേഷൻ ട്രെയിനിങ് തമ്മിൽ ഡിഫറൻസ് ആണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോളം എഡ്യൂക്കേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്, സെക്കൻഡ് കോളം ട്രെയിനിങ് ആണ്. എഡ്യൂക്കേഷന് കുറച്ചുകൂടി വൈഡർ സ്കോപ്പാണ്. അതായത് ഒരുപാട് സംഭവ വികാസങ്ങളെ പറ്റി നമുക്ക് എന്തുണ്ടാവും, അറിവ് കിട്ടും. അതൊരു ചെറിയ കാലയളവിന് മാത്രമുള്ളതല്ല ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അത് പല മേഖലയെ കുറിച്ച് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നതാണ്. ഒരു പ്രത്യേകമായിട്ടുള്ള ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതേ സമയം ട്രെയിനിങ് ആയിക്കോട്ടെ, അത് നാരോ കോൺസെപ്റ്റ് ആണ്. ഒരു പ്രത്യേക ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് ട്രെയിനിങ് കൊണ്ട് നടക്കുകയുള്ളൂ. ഒരു പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ട്രെയിനിങ് കിട്ടുള്ളൂ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറിവ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അത് റീസണിങ്ങിനും ജഡ്ജ്മെന്റിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തതാണ് രണ്ടാമത്തതാണ് തിയററ്റിക്കൽ ഓറിയന്റേഷൻ. എഡ്യൂക്കേഷൻ ഒരു തിയററ്റിക്കൽ ഓറിയന്റേഷൻ ആണ്. കംപ്ലീറ്റ് എന്താണ്, തിയററ്റിക്കൽ ആസ്പെക്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതേസമയം ട്രെയിനിങ്ങോ അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആണ്. എങ്ങനെ പഠിച്ച കാര്യം അത് പ്രാവർത്തികമാക്കാം എന്നുള്ള കാര്യം. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് ആ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടുക. ഓക്കെ, അതേസമയം എഡ്യൂക്കേഷനിലാകട്ടെ അതിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളായിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, അടുത്താണ് ഇറ്റ് ഈസ് എ ഫോർമൽ ഇൻസ്ട്രക്ഷൻസ് ഇൻ ആൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് കിട്ടുക. അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ഫോർമൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത് എന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതേസമയം ട്രെയിനിങ് വർക്ക് പ്ലേസിലാണ് എന്ത് ചെയ്യുക, ട്രെയിനിങ് കിട്ടുക. അപ്പൊ വർക്ക് പ്ലേസിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, എങ്ങനെയാണ് ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പകർന്നു നൽകുക. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂം ഉണ്ടാവും. ആ ക്ലാസ് റൂം വഴി ആയിരിക്കും ആ ഫോർമൽ ആയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളും കിട്ടുക. അടുത്ത് നോക്കാം, എഡ്യൂക്കേഷൻ ഈസ് പേഴ്സൺ ഓറിയന്റഡ്. അതുപോലെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഓറിയന്റഡ് ആണ്. അതായത് വ്യക്തികളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതേസമയം ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ജോബ് ഓറിയന്റഡ് ആണ്. ഒരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതാണ് എഡ്യൂക്കേഷൻ ഈസ് ഡൺ ഫോർ ലോങ് പീരിയഡ്. അതുപോലെ എഡ്യൂക്കേഷൻ ദീർഘകാലത്തേക്ക് ചെയ്യുന്നതാണ്. അതേസമയം നമ്മൾ ഈ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇമ്പാർട്ടഡ് ഫോർ ഷോർട്ട് പീരീഡ്, പ്രത്യേക കാലയളവിലോട്ട് മാത്രമാണ് ഇത് ഇമ്പാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പകർന്നു നൽകുന്നത് ഒരു പ്രത്യേക പീരീഡിന് മാത്രമാണ്. കാരണം ഒരു പ്രത്യേക ജോബ് ചെയ്യാൻ ഒരു കുറച്ച് സമയം ഉണ്ടാവുള്ളൂ.
ഇപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ആയിട്ടുണ്ടാവും, അത് നമുക്ക് എന്താണ് ദീർഘകാലത്തേക്ക് അത് വേണ്ടി വരും. അതേസമയം ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ജോലി ചെയ്യാൻ പറ്റും. പിന്നെ ചിലപ്പോൾ ടെക്നോളജി ഒക്കെ മാറാന്നുണ്ടെങ്കിൽ പിന്നെയും വേറെ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അടുത്തതാണ് റിസൾട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആർ നോട്ട് സോ വിസിബിൾ അപ്പാരന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ ഫലങ്ങൾ അത്ര ദൃശ്യവും വ്യക്തവുമല്ല. ഓക്കെ, അത് ഒരു വ്യക്തിയെ കണ്ടാൽ നമുക്ക് ഒറ്റയടിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അയാൾ മാത്രം എന്തുണ്ടാവും, ആ ഒരു പ്രത്യേക സ്കില്ലും കാര്യങ്ങളൊക്കെ നിക്ഷിപ്തമായിരിക്കും. അയാൾക്ക് പ്രത്യേക ജഡ്ജ്മെന്റും റീസണിങ് ആയിട്ടുള്ള എബിലിറ്റി കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതേസമയം ട്രെയിനിങ് ആയിക്കോട്ടെ, ഇറ്റ് ഗീവ്സ് ക്വിക്ക് ആൻഡ് അപ്പാരന്റ് റിസൾട്ട്. അതായത് ട്രെയിനിങ് കൊടുത്ത ഒരു വ്യക്തിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ആ റിസൾട്ടിന് നല്ല മെച്ചം നമുക്ക് കാണാൻ പറ്റും. കാരണം അയാളുടെ പെർഫോമൻസ് കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നേരെ മറിച്ച് എഡ്യൂക്കേഷൻ കൊടുത്ത് വിചാരിച്ചുകൊണ്ട് അയാൾക്ക് നേരിട്ടൊരു വർക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല, വർക്കിംഗ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തെന്ന് വരില്ല. കാരണം വ്യക്തമായുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും എഡ്യൂക്കേഷനുമായി കിട്ടുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് ട്രെയിനിങ്ങും അതുപോലെ എഡ്യൂക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത ഏരിയ ആണ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ദോസ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഡിസൈൻ ടു ഹെൽപ്പ് എംപ്ലോയീസ് ഗ്രോ. ഇറ്റ് ഈസ് എ ലോങ് ടേം എഡ്യൂക്കേഷൻ പ്രോസസ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്രോസസ് ആണ്. അതുപോലെ എംപ്ലോയീസിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ ഇത് സ്ഥാപനത്തിൽ കൊടുക്കുന്നതാണ്. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഭാവിയിലൊക്കെ എംപ്ലോയീസിനെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ലോങ് ടേം ആയിട്ട് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, ഇനി നമുക്ക് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കോളം റെപ്രസെന്റ് ചെയ്യുന്നത് ട്രെയിനിങ് ആണ്, രണ്ടാമത്തെ കോളം ഡെവലപ്മെന്റ് ആണ്. നോക്കാം, ഒന്നാമത്തെ ഡിഫറൻസ് ആണ് ട്രെയിനിങ് ഈസ് മെന്റ് ഫോർ നോൺ മാനേജിയൽ പേഴ്സൺ. അതായത് പ്രധാനമായിട്ടും ട്രെയിനിങ് കൊടുക്കുന്നത് സാധാരണ രീതിയിലുള്ള എംപ്ലോയീസിനാണ്, നോൺ മാനേജീരിയൽ ആയിട്ടുള്ള എംപ്ലോയീസിനാണ് ട്രെയിനിങ് കൊടുക്കാറുള്ളത്. അതേസമയം ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് മാനേജീരിയൽ പേഴ്സൺസിനാണ്, അത് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിനാണ്. സ്ഥാപനത്തിലെ ഉയർന്ന തലത്തിൽ ജോലി ചെയ്യുന്നവർക്കാണ് ഡെവലപ്മെന്റ് കൊടുക്കുക. കാരണം അവർക്ക് കൂടുതൽ അറിവും കാര്യങ്ങളൊക്കെ പകർന്നത് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അടുത്തതാണ് രണ്ടാമത്തെ ഡിഫറൻസ് ആണ് ദ പ്രോസസ് ഓഫ് ട്രെയിനിങ് ഈസ് ടു ഡെവലപ്പ് സ്പെസിഫിക് ആൻഡ് ജോബ് റിലേറ്റഡ് സ്കിൽ ആൻഡ് ഇൻഡിവിജ്വൽ. അപ്പോൾ ട്രെയിനിങ്ങിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന് സ്കില്ല് നൽകുക എന്നുള്ളതാണ്. അതായത് ഒരു പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, സ്പെസിഫിക് ആയിട്ടുള്ള ഡെവലപ്മെന്റും അതുപോലെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ല് നൽകുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിന്റെ ഉദ്ദേശം. അതേസമയം ഡെവലപ്മെന്റിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ഈസ് ടു ഡെവലപ്പ് ദ ടോട്ടൽ പേഴ്സണാലിറ്റി ഫോർ ആൻ ഇൻഡിവിജ്വൽ. അതായത് ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള പേഴ്സണാലിറ്റി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഡെവലപ്മെന്റ് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ട്രെയിനിങ്ങിന്റെ ആയിക്കോട്ടെ എന്താണ് ഒരു പ്രത്യേക ഫീൽഡിൽ അല്ലെങ്കിൽ പ്രത്യേക ജോബിന് വേണ്ടിയുള്ള സ്കില്ല് നൽകുക എന്നുള്ളതാണ് ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്. അതേസമയം ഡെവലപ്മെന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഡെവലപ്മെന്റ് ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇനി അടുത്തതാണ് ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം അഫയേഴ്സ്. അതായത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു അഫയേഴ്സ് ആണ്. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോങ് ടേം ആണ്, ലോങ് ടേം ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തതാണ് ഇറ്റ് ഇൻവോൾവ്സ് ടെക്നിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഓപ്പറേഷൻ. ട്രെയിനിങ് പ്രധാനമായിട്ടും ബന്ധപ്പെട്ടുള്ളത് ടെക്നിക്കലും അതുപോലെ മെക്കാനിക്കൽ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. അതേസമയം ഡെവലപ്മെന്റോ എന്തിനുമായിട്ടാണ് ഇറ്റ് ഇൻവോൾവ്സ് ഫിലോസഫിക്കൽ ആൻഡ് തിയററ്റിക്കൽ എഡ്യൂക്കേഷൻ കോൺസെപ്റ്റ്. അതായത് തിയററ്റിക്കലും അതുപോലെ എഡ്യൂക്കേഷൻ കോൺസെപ്റ്റും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇത് ഊന്നൽ നൽകുന്നത്. അപ്പോൾ ഫിലോസഫി ആയിട്ടുള്ളതും തിയററ്റിക്കൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കോൺസെപ്റ്റിലാണ് ഇത് പ്രാധാന്യം നൽകുന്നത്. ഓക്കെ, അടുത്തതാണ് ഇറ്റ് പ്രിപ്പയർസ് എംപ്ലോയീസ് ഫോർ പെർഫോമിംഗ് പ്രസന്റ് ജോബ്സ് നീഡ്. അതായത് നിലവിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിലവിൽ ചെയ്യാൻ പോകുന്ന ജോബിന് വേണ്ടിയിട്ട് എംപ്ലോയിയെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ഒരു ട്രെയിനിങ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതേസമയം ഡെവലപ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ സ്ഥാപനത്തിന്റെ ഫ്യൂച്ചർ നീഡ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഫ്യൂച്ചർ നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡെവലപ്മെന്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡെവലപ്മെന്റും ട്രെയിനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്.